മുടിയേറ്റ് എന്ന അനുഷ്ഠാന കലയുടെ കല നമ്മളുടെ കുടുംബത്തിൽ പാരമ്പര്യമായി കിട്ടിയതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. ഇതിലൊരു ഭാഗമാകാൻ സാധിച്ചത് ജന്മസുഹൃതം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അനേക വർഷങ്ങളായി ഒരേ വേദിയിൽ ഒരുപോലെ അവതരിപ്പിക്കുന്ന കഥ, അതിന് കഥയ്ക്കും മാറ്റമില്ല, അവതരണത്തിനും മാറ്റമില്ല, ഒന്നും മാറ്റമില്ലാതെ തുടർന്നു പോരുന്ന ഈ കലാരൂപം ഇന്നും ക്ഷേത്രങ്ങളിൽ ധാരാളം വഴിപാടായി നടത്തപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. മുടിയേറ്റ് വഴിപാട് നടത്തുന്നത് കൊണ്ട് ദേശത്തിന് നാശനഷ്ടങ്ങളില്ലാതിരിക്കുക, പകർച്ചവ്യാധികളിൽ നിന്നും മോചനം, നമ്മളുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത, എന്ത് പ്രയാസം വന്നിട്ടുണ്ടെങ്കിലും അതിന് പരിഹാരമായിട്ടാണ്, വരാതിരിക്കുവാനാണ് മുടിയേറ്റ് അനുഷ്ഠാന കലയായി നടത്തപ്പെടുന്നത്. അത് ഇന്ന് ഓരോ ക്ഷേത്രങ്ങളിലും വളരെ വളരെ കൂടിയാണ് വരുന്നത്. ഏതാണ്ട് 8 മുടിയേറ്റ് ഞാൻ തുടങ്ങിയതാണ് അച്ഛൻ മരിച്ചപ്പോൾ. അവിടുന്ന് കഴിഞ്ഞ വർഷം 135 മുടിയേറ്റ് വരെ അവതരിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭവും ഭാഗ്യവും എനിക്കുണ്ടായി. ഇത് ഞാനിവിടെ ആദ്യമായിട്ട് മുടിയേറ്റ് അവതരിപ്പിക്കാൻ വരുന്നത് അന്ന് NSSൻ്റെ സെക്രട്ടറി ശ്രീ വേണു സാറാണ്. ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും അദ്ദേഹമാണ് എന്നോട് ഇങ്ങനെ ഒരു മുടിയേറ്റ് നടത്തണം, ഇവിടെ വന്ന് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായി പേരുക്കാവിലെ മണ്ണിൽ എത്തി മുടിയേറ്റ് തുടങ്ങി വെച്ചത്. അതിനുശേഷം ഇന്നേ വരെ മുടിയേറ്റ് മാത്രം ഇവിടെ മുടങ്ങിയിട്ടില്ല, എല്ലാ വർഷവും തുടർച്ചയായിട്ട് നടക്കുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിൻ്റെ പ്രധാന കാരണം ഭഗവതിക്ക് ഈ വഴിപാടിനോട് അത്ര ഇഷ്ടമാണ്. ഭഗവതിക്ക് ഇഷ്ടമാകുമ്പോൾ ജനങ്ങൾക്കും ഇഷ്ടമാകും. അതുകൊണ്ടാണ് ഈ വഴിപാട് ഇങ്ങനെ തുടർച്ചയായി നടന്നു പോരുന്നതും ഇത് അന്യം നിന്ന് പോകാതിരിക്കുന്നതും. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. മുടിയേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കഥാസാരം ഞാൻ അരങ്ങത്ത് പറഞ്ഞു തരാം. ഇപ്പോൾ എല്ലാവർക്കും എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ വളരെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഓരോ കലാകാരന്മാർക്കും ആ കിട്ടുന്ന ആദരവ് ഒരു ഭയങ്കര വലുത് തന്നെയാണ്. അതിൻ്റെ മൂല്യത്തെക്കാളേറെ അതൊരു ആനന്ദം പകരുന്ന, നമുക്ക് ഈ കലയിൽ തുടരുവാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളോടും ഉത്സവ കമ്മിറ്റിയോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും എൻ്റെ അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുന്നു. നന്ദി, നമസ്കാരം.